എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു തക്കാളി മസാല ചോറാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല. ഇത് മാത്രമായിട്ടും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അച്ചാറോ അല്ലെങ്കിൽ തൈര് പപ്പടം എന്തെങ്കിലും കൂട്ടിയിട്ട് കഴിക്കാം. ബാച്ചിലേഴ്സിനെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്ക് ഈ റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ അടിപൊളി തക്കാളി മസാലച്ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റവ് ഓണാക്കി ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യൊക്കെ ഒന്ന് മെൽട്ടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ഞാൻ ചേർക്കുന്നുണ്ട്. ഉഴുന്ന് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ച് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 നല്ല എരിവുള്ള പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവ് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ഇനി ഇതിലേക്ക് ഞാനൊരു 2 വലിയ സവാള ഇതേപോലെ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ ഒരു 4 എണ്ണം വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വരണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതവിടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. എരിവ് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയാണ് ചേർക്കുന്നത്. എന്നതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് മുരിഞ്ഞ് വരണം. അപ്പോൾ അതവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3 പഴുത്ത തക്കാളി ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് അടച്ച് വെച്ചതിന് ശേഷം ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ട് നോക്കാൻ മറക്കരുത്. ചിലപ്പോൾ ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ അതവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. തക്കാളിയിലെ വെള്ളം തന്നെ ഇറങ്ങിയിട്ട് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതേപോലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഒരു 3 മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വെജിറ്റബിൾ വേർഷനാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇതിനകത്തേക്ക് മുട്ടയൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് 2 കപ്പ് ബസ്മതി റൈസ്, ഉപ്പും വെള്ളവും 2-3 പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വേവിച്ച് ഊറ്റി വെച്ചിരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ അരി വേവിച്ചെടുക്കുമ്പോൾ വല്ലാതെ അങ്ങോട്ട് കുഴഞ്ഞു പോകരുത്. ഒരു 90% ഒക്കെ ഒന്ന് കുക്കാകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഊറ്റി മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഭാഗം ചേർത്ത് കൊടുക്കുക, എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതവിടെ ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി തക്കാളി മസാലച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ മല്ലിയിലേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഞാനിപ്പോൾ കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞ് ഇതിൻ്റെ മേലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്